വെറും 4 സ്റ്റെപ്പ് കൊണ്ട് വീട്ടിലിരുന്ന് നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റ് നടത്താം. ഞാൻ കാണിച്ചു തരുന്ന ഈ 4 സ്റ്റെപ്സ് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറ്റി നിങ്ങൾക്കും നല്ല രീതിയിൽ ഫ്ലോലെസ് സ്കിന്ന് കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാവരും നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ പലതരം ഫേസ് വാഷ്, അതുപോലെ മോയ്സ്ചറൈസർ, ടോണർ, അങ്ങനെ പലതും യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഡീപ്പ് ക്ലെൻസിങ് എന്നൊരു കാര്യം നമ്മൾ പലരും വിട്ടുപോകുന്നുണ്ട്. നമ്മുടെ ഫേസ് ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ഡീപ്പ് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഡീപ്പ് ക്ലെൻസിങ് നടത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു ഡീപ്പ് ക്ലെൻസിങ് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഡീപ്പ് ക്ലെൻസിങ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡേർട്ടുകൾ, ഡെയിലി നമ്മൾ എത്ര ഫേസ് വാഷ് ചെയ്താലും നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടുകൾ മൊത്തമായിട്ടൊന്നും റിമൂവ് ആയി പോവില്ല. അപ്പൊ നന്നായിട്ട് ഡീപ്പ് ക്ലെൻസിങ് ചെയ്താൽ മാത്രമേ ആ ഒരു ഡേർട്ട് റിമൂവ് ആയി പോകുള്ളൂ. ഈ ഡേർട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് പിന്നെ പിമ്പിൾസ് ഒക്കെ വന്ന് ആകെ മൊത്തം കുഴിയും ഒക്കെ ആയി മാറും അല്ലെ. ഇതിനുള്ളൊരു അടിപൊളി സൊല്യൂഷൻ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 4 സ്റ്റെപ്പാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 4 സ്റ്റെപ്പുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാം. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മുൻപ് എന്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ പോസ് ട്രീറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടത് ചൂടുവെള്ളമാണ്. അതായത് നല്ല തിളപ്പിച്ച വെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഹാൻഡ് ടവൽ ഇട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നേരം അതിൽ മുക്കി വെച്ചിട്ട് നമുക്കത് എടുക്കാം. അപ്പം നല്ലോണം ചൂട് കൊടുക്കാൻ എടുത്തിട്ട് മുഖത്തിടരുത്. ആ ഒരു ആവി നമുക്ക് കിട്ടണം. സ്റ്റീമിംഗ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ആവി നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ആവി വരുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് എടുക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന 5 മിനിറ്റ് നേരം നമ്മൾ അത് വെക്കണം. അപ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു സ്റ്റീമിങ് എഫക്റ്റ് കിട്ടും. നമ്മൾ ആവിയൊക്കെ പിടിക്കില്ലേ, അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള ഇതുപോലത്തെ ഇങ്ങനെ ഓപ്പൺ പോസുകൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഓപ്പൺ ആയിട്ട് വരും. നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. ഡേർട്ടൊക്കെ അതിനുള്ള ഡേർട്ടൊക്കെ ഒന്ന് റിമൂവ് ആയി പോവും. പിന്നെ ഇതുപോലെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ലൂസനായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു തവണ നനച്ചിട്ട് ശേഷം നമുക്ക് വീണ്ടും അതെടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും എടുത്ത് വീണ്ടും ഒരു 2 തവണ കൂടി ചെയ്യാം. അങ്ങനെ മൊത്തം 3 തവണ ഇത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഊരിയെടുക്കുമ്പോൾ ആ നന്നായിട്ട് നമുക്കൊരു റിലാക്സ്ഡ് ഫീൽ കിട്ടും കേട്ടോ. നമ്മുടെ ഫേസിലൊക്കെ നല്ലോണം നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു നാച്ചുറൽ സ്ക്രബാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടി 2 കാര്യങ്ങളെ വേണ്ടുള്ളൂ. കുറച്ച് ഷുഗർ എടുക്കുക, അതിലേക്ക് കുറച്ച് ലെമൺ ഡ്രോപ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 നാച്ചുറൽ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ടും എനിക്ക് ഈ നോസിൻ്റെ ഏരിയ, ചിന്ന ഏരിയ അങ്ങനെ തന്നെയായിരിക്കും മിക്ക ആളുകൾക്കും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ അവിടെയാണ് കേട്ടോ ഫസ്റ്റ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഫേസിൽ മൊത്തം ഇട്ട് കൊടുക്കാം. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നാച്ചുറൽ സ്ക്രബ് ആണെങ്കിൽ പോലും ഇട്ടിട്ട് ഉരയ്ക്കരുത്. ഭയങ്കരമായിട്ട് സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ആരും സ്ക്രബ് ചെയ്യരുത്. അപ്പം ചെറിയ രീതിയിലൊന്ന് തൊലിയൊന്ന് സ്മൂത്തായ രീതിയിൽ മാത്രം ഒന്ന് ചെയ്താൽ മതി. നന്നായി ഇട്ടിട്ട് ഉരയ്ക്കരുത് കേട്ടോ ആരും. ഒരു 5 മിനിറ്റ് നമ്മുടെ ഫേസിൽ അത് വെച്ച ശേഷം ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് എടുക്കുക കേട്ടോ. ടൂത്ത് ബ്രഷ് എടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇത് ചെയ്യേണ്ട. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടൂത്ത് ബ്രഷ് തന്നെ വാങ്ങണം ഈ ഒരു ഫേസിന് വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയത് നോക്കി വാങ്ങാൻ തന്നെ ശ്രദ്ധിക്കണം. ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു നോസ് ഏരിയ, ചിന്ന ഏരിയയിലൊക്കെ വളരെ ജെൻറ്റിലായ രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മെല്ലെ നമ്മൾക്ക് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫേസിലെ ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ആവും. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ആ നോസിൻ്റെ ഏരിയയിലൊക്കെ മെയിനായിട്ട് ചെയ്യുമ്പോൾ ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എഗെയിൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതാ ഇതുപോലെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ആ സെയിം ടവൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു നമ്മുടെ ആ ഒരു നോസ് ഏരിയ ഒക്കെ മെല്ലെ മെല്ലെ തുടച്ചെടുക്കാം. അപ്പോൾ അവിടെ റെഡിഷ് ആയിട്ടുണ്ട്. അത് നമ്മൾ നോർമലി നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഏരിയ റെഡിഷ് ആവും. അത് പ്രോബ്ലം ഉള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ നമുക്കിതാ മെല്ലെ മെല്ലെ നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ആ ഒരു മെയിനായിട്ടും നമ്മൾ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഏരിയ ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് സ്കിന്ന്. അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ മെയിൻ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലൊരു പാക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പാക്ക്, അതായത് നമ്മുടെ 5th സ്റ്റെപ്പാണിത്, ക്ലോഗ്ഡ് പോർസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് നമ്മുടെ മുൾട്ടാനി മിത്തിയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ബെഞ്ചാരാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഈ മുൾട്ടാനി മിത്തിയിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ലെമൺ ഇത്തിരി 2-3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതും നല്ലതാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ ലെമൺ എടുത്തിട്ടില്ല.
അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുൾട്ടാനി മിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ആക്നെ പിമ്പിൾസ് ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എക്സസ് ആയിട്ടുള്ള ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ആയി പൊക്കോളും. പിന്നെ റോസ് വാട്ടർ നമ്മുടെ ഫേസിലുള്ള വലിയ വലിയ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. വ്രിങ്കിൾസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ അത് അവിടെ തടഞ്ഞു നിർത്തിക്കോളും. അപ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബെഞ്ചാറാസിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് തന്നെ എന്തായാലും മസാജ് ചെയ്യണം. നമ്മുടെ സ്കിന്നൊന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളതൊരു 15 മിനിറ്റ് നേരം കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകി കളയാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ മുൾട്ടാനി മിത്തി റോസ് വാട്ടറിന്റെ ഫേസ് പാക്ക് ഇടുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ആൻഡ് ഇത്രയും ചെയ്ത സ്റ്റെപ്സ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഡെഫിനറ്റ് ആയിട്ടും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഫേസ് പാക്ക് ഇടുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷനും അതുപോലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. പിന്നെ ഈ ഡാർക്ക് സ്പോട്സുകളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. നമുക്ക് നല്ലൊരു ഫ്ലോലെസ് സ്കിന്ന് കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ഒരു മാജിക്കൽ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് അനുഭവിച്ചറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.